ടേക്ക് ഓഫ് തട്ടിപ്പ് കേസിലെ പ്രതി കാർത്തിക പ്രദീപ് പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയതായി പരാതി. പണം തിരികെ ചോദിച്ചപ്പോഴാണ് ഭീഷണിപ്പെടുത്തിയത്. 65 ലക്ഷം രൂപ നഷ്ടമായ യുവതിയെയാണ് കാർത്തിക ഭീഷണിപ്പെടുത്തിയത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ തൊഴിൽ വാഗ്ദാനം ചെയ്താണ് കാർത്തിക പണം തട്ടിയത്. കാർത്തികയുടെ ഭീഷണി സന്ദേശം റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. കാർത്തിക പ്രദീപ് തട്ടിപ്പുകാരി തട്ടിപ്പിനിരയായവരെ വിളിക്കുന്ന ശബ്ദമാണ് കേൾക്കാം. ആഷ്ന, ഞാൻ ഇത്രയും ദിവസവും മിണ്ടാണ്ടിരുന്നത് കോർട്ടിൽ കേസ് പോയതായതുകൊണ്ട് മാത്രമാണ്. നീ ഇനിയും നിന്റെ വീട്ടുകാരെ വിട്ട് ഇവിടെ ഓഫീസിൽ പ്രശ്നം ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചാലും ഇനിയും കാശ് മൊത്തം എന്താണ് നീ അമ്മയോട് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു, എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കുമിച്ചിട്ടു എന്ന് പറഞ്ഞാലും ഇവിടെ ഒന്നും എന്നെ അനക്കാൻ പോകുന്നില്ല. ഇനിയും നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കോളോ അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരെ വിട്ട് ഇമാതിരി സീനുകൾ ഉണ്ടാക്കുമോ, എൻ്റെ നീയും ഞാനുമായിട്ടാണ് ബിസിനസ്സും എഗ്രിമെൻറ്റും. അത് നമ്മൾ തമ്മിലാണ് തീർക്കേണ്ടത്. മനസ്സിലായി. ആ റോഷിപാലാണ് വിവരങ്ങൾ നൽകുക. ആ റോഷിപാൽ നേരത്തെയും ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കേട്ടതാണ്. അതായത് തട്ടിപ്പ് നടത്താൻ മാത്രമല്ല, തട്ടിപ്പ് നടത്തിയിട്ട് ഭീഷണിപ്പെടുത്താനും അറിയാം കാർത്തിക പ്രദീപിനെന്ന് വീണ്ടും ഈ ടെലിബൈറ്റിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുന്നു. 65 ലക്ഷം രൂപ, എത്ര ലക്ഷം രൂപയാണ് ആ റോഷിപാൽ? എന്നിട്ട് പൈസ തിരിച്ച് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഫോൺ വിളിച്ച് പറയുക അല്ലേ ഈ കാർത്തിക? അരുൺകുമാർ, തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയാണ് ഇങ്ങനെ 65 ലക്ഷം രൂപ നഷ്ടമായത്, വഞ്ചിക്കപ്പെട്ടത്. അങ്ങനെയുള്ള ആ യുവതി പരാതിയുമായി സമീപിക്കുമ്പോൾ, നേരത്തെ പോലീസിൽ പരാതിയുമായി സമീപിച്ചപ്പോൾ അന്ന് കേസെടുത്തില്ല എന്ന ആക്ഷേപം കൂടി ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പണം തിരിച്ചു ചോദിക്കുമ്പോൾ കാർത്തിക പ്രദീപ് കോടതിയെ സമീപിച്ചോളൂ, കോടതി വഴി കേസ് നടത്തി നിങ്ങൾ പണം തിരിച്ചു വാങ്ങിച്ചോളൂ എന്ന രീതിയിലാണ് മറുപടി നൽകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇവരുടെ സ്ഥാപനത്തിലേക്ക് പോയി പണം ചോദിച്ചാൽ തിരിച്ച് ഭീഷണി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഈ പണം ചോദിച്ച് എത്തുന്നവർക്കെതിരെ പരാതി നൽകുക അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുക. ഇങ്ങനെ തരത്തിൽ പണം വാങ്ങിയവർ അവർ തിരിച്ചു ചോദിക്കുമ്പോൾ അവർക്ക് വിസ നൽകാതെ അവരെ പറ്റിക്കപ്പെട്ടു എന്ന് അവർ മനസ്സിലാക്കി അവർ തിരിച്ചു പണം ചോദിക്കുമ്പോഴാണ് ഈ ദുരനുഭവം മുഴുവൻ ഉണ്ടാകുന്നത്. രൂക്ഷമായ രീതിയിൽ നിരന്തരം വാട്സപ്പിൽ സന്ദേശം അയക്കുക, ആരെങ്കിലും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുക, അങ്ങനെ തുടങ്ങിയ ഒരു നീക്കമാണ് ഉണ്ടായത്. ഇത് ഏതാണ്ട് 2 വർഷം മുമ്പാണ് ഈ കുട്ടി, തിരുവനന്തപുരം സ്വദേശിയായ കുട്ടി, UK-യിലേക്കുള്ള വിസയുമായി ബന്ധപ്പെട്ട ബന്ധുക്കളുടെ അടക്കം പണം കൈമാറുന്നത്. അവർ വലിയ തുക, ഏതാണ്ട് 65 ലക്ഷം രൂപയാണ് കൈമാറിയത്. ആ തുകയിൽ 1 രൂപ പോലും തിരിച്ചു നൽകാൻ തയ്യാറായില്ല. എഗ്രിമെൻറ്റിൽ 90 ദിവസമാണ്. 90 ദിവസം കൊണ്ട് വിസ നൽകിയില്ലെങ്കിൽ പണം കൃത്യമായി തിരിച്ചു നൽകുമെന്നാണ് കാർത്തിക പ്രദീപ് പറഞ്ഞത്. പക്ഷേ എഗ്രിമെൻ്റൊക്കെ പുല്ലുവില പോലെയാണ്. നിയമപരമായി മുന്നോട്ട് നീങ്ങിയാൽ പോലും അതൊക്കെ ഭയമില്ല എന്നാണ് കാർത്തിക പ്രദീപ് പറയുന്നത്. നിങ്ങൾ ക്ഷമിച്ചിരുന്നാൽ നിങ്ങൾക്ക് പണം ഞാൻ തരും എന്നാണ് കാർത്തിക പ്രദീപ് നൽകുന്ന മറുപടി. താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. എന്താണല്ലേ